ഹായ്. അങ്ങനെ മേഘാലയയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ചെങ്ങായി നീറ്റാ മതി. കുളിക്കണ്ടേ? കുളിക്കണ്ടേ? പിന്നെ കുളിക്കാതെ കുളിക്കണല്ലേ? നേരത്തെ തല്ലല്ലോ പറഞ്ഞേ. 4 ദിവസമായി കുളിച്ചിട്ട് വല്ല ബോധമുണ്ടോ? ട്രെയിനിന്ന് കുളിക്കായോ? യൂത്ത് ഹോസ്റ്റലായതുകൊണ്ട് രാവിലത്തെ ഫുഡ് ഫ്രീ ആണ്. ഇത് ഷില്ലോങ്ങിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. 8:30 വരെ ഫുഡിന് ടൈമുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഫുഡ് വാങ്ങുന്നുണ്ട്. ഞാൻ ഓൾറെഡി വാങ്ങി. എന്താ ഉള്ളതെന്ന് വെച്ചാൽ 2 പീസ് റൊട്ടിയും കുറച്ച് കറിയാണുള്ളത്. പിന്നെ ഇത് ലിമിറ്റഡ് എമൗണ്ട് ആണ് കേട്ടോ. ഇതിൽ എക്സ്ട്രാ പീസൊന്നും നമുക്ക് കിട്ടില്ല, എക്സ്ട്രാ ഒന്നും കിട്ടില്ല. ഇത് ഫിക്സഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ യൂത്ത് ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും. അപ്പോൾ നിങ്ങളും അറിയണം തോന്നി. ഇത്രയും ചീപ്പായിട്ട് അത്യാവശ്യം ക്വാളിറ്റിയിൽ വേറെ എവിടെയും റൂം കിട്ടാൻ ചാൻസ് ഇല്ല. വെറും 270 രൂപയാണ് പെർ ഹെഡ് നമുക്ക് റേറ്റ് വരുന്നത് ഡോർമെട്രിക്ക്. ബാസിലാണ് വണ്ടി എടുക്കാൻ പോയത്. ആ വണ്ടി എടുത്ത് ഇപ്പോൾ എത്തും. ഓക്കെ, വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. അവൻ വണ്ടി എടുക്കാൻ പോയതുകൊണ്ട് തന്നെ അവിടുത്തെ വണ്ടീൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യില്ല. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തായാലും ഞാൻ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ന് ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് മൈലിനോങ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് ആണ് കേട്ടോ. റെൻറ്റഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ പെട്രോളിൻ്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടൊരു പെട്രോൾ പമ്പ് കയറ്റി. പിന്നെ ഇവിടെ പെട്രോളിന് റേറ്റ് വെറും 96 രൂപയല്ലോ കേട്ടോ പ്രൈസ് വരുന്നത്. ഓക്കെ, ഞങ്ങൾ ഏകദേശം ഒരു 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നമ്മുടെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. മേഘാലയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഷില്ലോങ്ങിൽ നിന്നും മാലിനോങ് എന്ന് പറഞ്ഞ ഈ വില്ലേജിലേക്ക് 75 കിലോമീറ്റർ ആണുള്ളത്. ഏകദേശം 3 മണിക്കൂർ റൈഡ് ചെയ്യുന്ന ടൈം കാണിക്കുന്നുണ്ട്. കാരണം പല ഏരിയാസിലും വർക്ക് നടക്കുന്നുണ്ടെന്ന് മാപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഫുള്ള് വർക്ക് നടക്കുന്ന ഏരിയാസാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വളരെ സ്ലോ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ സൈഡിലൊക്കെ നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. ഷില്ലോങ് അത്യാവശ്യം ഹൈറ്റിലുള്ളൊരു സ്ഥലമാണ്. ആ ഹൈറ്റിൽ നിന്നും ഒരു താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു ഫീലാണ് നമുക്കുള്ളത്. താഴത്തേക്ക് ഇങ്ങനെ കുറഞ്ഞ് പോവാണ്. പക്ഷേ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. പിന്നെ പോകുന്ന വഴി ഓരോന്നിങ്ങനെ കവർ ചെയ്യും തോറും ഈ തണുപ്പും ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങും തോറും. പിന്നെ സൈഡിലൊക്കെ നല്ല കിടിലം വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണുള്ളത്. അങ്ങനെ നമ്മൾ അടുത്ത ചായക്ക് വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഈ സ്പേസ് കണ്ടപ്പോൾ നിർത്തിയാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലൈമറ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമാണ് സ്റ്റേറ്റിയൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ചായ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. ചായ വന്ന്, ചായ ഒരു ബിസ്ക്കറ്റല്ല സോറി കേക്ക് കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം നമ്മുടെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഏകദേശം 1 മണിക്കൂറും കൂടി റൈഡ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ വില്ലേജിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ എത്ര തല്ലിപ്പൊളി വണ്ടിയാണ്, എത്ര പഴയ വണ്ടിയാണ്, അങ്ങനത്തെ ഒരു സീനില്ല. പക്ഷേ എല്ലാ വണ്ടിക്കും അലോയ് വീൽ പക്കാ സാധനമായിരിക്കും. ആ ടയറൊക്കെ തള്ളിച്ച് നല്ല അടിപൊളിയാക്കി ചെയ്ത വണ്ടികളാണ് അധികം ഉള്ളത്. ഏകദേശം അവിടെ എത്താനായിട്ടോ. 100 രൂപ എൻട്രി ഫീ ഉണ്ട്. അത് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. 100 രൂപ പോലെ മെയിൻ്റനൻസ് ഫീ ആണ്. ഓക്കെ, വണ്ടിയൊക്കെ ഇത് അവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ വില്ലേജിനുള്ളിലേക്കുള്ള പോകാനുള്ള പരിപാടിയാണ്. ഈ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് തന്നെ ഒരു മുളനോട് ഉണ്ടാക്കിയ ഒരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി മഴ പെയ്യുന്ന സമയത്താണ് ഒന്നുകൂടി ബെറ്റർ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ആ പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ സാധാ റോഡാണ്, നമ്മുടെ നോർമൽ ടാറിട്ട റോഡാണ്. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് വലിയ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണല്ലോ. എല്ലാം നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ആരോ മാർക്കിട്ട് സ്കൈ വ്യൂ പോയിൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിരിക്കണം ഈ ഒരു സ്കൈ വ്യൂ എന്നുള്ളതിലേക്കാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകുന്നത്. നമുക്ക് ഏതായാലും പോയി നോക്കാം, മുകളിൽ എന്താ ഉള്ളത് നോക്കാമല്ലോ. ഇവിടെ ഉണ്ട് എൻട്രി ഫീ. വീണ്ടും 30 രൂപ എൻട്രി ഫീ വീണ്ടും കൊടുത്ത് നമുക്ക് ഈ മുളനോട് ഉണ്ടാക്കിയ ഒരു സംഭവത്തിന് മുകളിലേക്ക് ഇങ്ങനെ കയറി നോക്കാം. അത്യാവശ്യം നല്ല ഹൈറ്റിലാണുള്ളത്. നടന്ന് മുകളിലേക്ക് കുറച്ച് കയറാനുണ്ട്. നല്ല ഹൈറ്റിലാണുള്ളത്. കുറേ മരങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ കയറിയിട്ട് ഓരോ തട്ടായിട്ടാണ് ഈ ഒരു ബാമ്പു ഒരു പാലം പോലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. സംഗതി കുറച്ച് സീനാണ് കേട്ടോ. നമ്മൾ നടക്കും തോറും ഈ പാലം ഒക്കെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കയറേണ്ട ഒരു സംഗതി തന്നെയാണിത്. മുകളിലെത്തിയപ്പോൾ മുന്നിൽ ഒരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ. അവർ വളരെ മെല്ലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ താഴത്തെ എഴുതി വെച്ചില്ലേ സ്കൈ വ്യൂ പോയിൻ്റ് എഴുതിയില്ലേ, അത് വളരെ കറക്റ്റാണ് കേട്ടോ. കാര്യമായിട്ട് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സ്കൈ മാത്രമേ കാണാനുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ കയറുന്നൊരു ഫീലിംഗ് ഒരു വളരെ വെറൈറ്റി ഒരു ഫീലിംഗ് ആണ്. പിന്നെ താഴത്തേക്ക് നല്ല താഴത്തേക്കാണുള്ളത്, അതും ഒരു വെറൈറ്റി സംഗതി തന്നെയാണ്. എന്നാലേ നമുക്ക് ഈ താഴത്തേക്ക് ഇറങ്ങിയിട്ടേ അടുത്ത പരിപാടി നോക്കാം. ഇനി വേറെ എന്താ അവിടെ കാണാനുള്ളത് നോക്കാം. പുറത്തേക്ക് ഇറങ്ങി കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും ഒരു സ്കൈ വ്യൂ പോയിൻ്റ് കൂടി ഉണ്ട് കേട്ടോ. അതിനും സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. 30 രൂപ വീണ്ടും ചാർജ് കൊടുക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ഈ 100 രൂപ എന്തിനാണാവോ വാങ്ങിയത്? വെറുതെ അല്ല, ഇത് ഏഷ്യയിലെ നമ്പർ 1 ക്ലീനസ്റ്റ് വില്ലേജ് ആയത്. പക്ക ക്ലീനാണ്.
ഒരു വേസ്റ്റ് പോലും അവിടെ ഇല്ല. ഇത്രയും ടൂറിസ്റ്റുകൾ വന്ന് പോകുന്ന ഒരു സ്ഥലമായിട്ട് പോലും നമ്മുടെ ഊട്ടിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയില്ലേ, ഫുള്ള് വേസ്റ്റ് ഇട്ട് ആകെ അലമ്പാക്കിയില്ലേ. പക്ഷേ ഇവിടെ ഒന്നും ഒരു വേസ്റ്റ് പോലും ഇല്ല. കാരണം അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവർ പക്ക വെൽ പ്ലാൻഡ് ആണ്. സത്യം പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു ബിൽഡ് ചെയ്തൊരു വില്ലേജാണിത്. കാരണം ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനും കൂടി ഇനി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ വില്ലേജിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്റ്റേകളുണ്ട് കേട്ടോ. ഹോം സ്റ്റേ ആയിട്ടും സെപ്പറേറ്റ് റൂംസ് ആയിട്ടും ഹോട്ടൽസ് ആയിട്ടും അങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ട്. ഒരു നാച്ചുറൽ വൈബിൽ ഇവിടെ വന്ന് താമസിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. മറ്റ് ഡിസ്റ്റർബൻസുകളൊന്നും ഉണ്ടാവില്ല. റേഞ്ച് ഉണ്ട്, വണ്ടികളുടെ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ഈ വില്ലേജിനുള്ളിലേക്ക് വണ്ടി എൻട്രി ഇല്ല. അപ്പോൾ ഈ വില്ലേജിലുള്ളവർക്കൊക്കെ വണ്ടി എൻട്രി ചെയ്യണമെങ്കിൽ ആ സമയം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇല്ല വണ്ടി ഓടിച്ചിട്ട് ആ വണ്ടി പാർക്ക് ചെയ്യാനും കാര്യങ്ങൾ അങ്ങനത്തെ സംഗതികളൊക്കെ നടക്കുകയുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. പക്ഷേ ഒടുക്കത്തെ റേറ്റാണ്. ഒരു വെജ് താളിക്കൊക്കെ 400 രൂപയൊക്കെയാണ് പ്രൈസ് വരുന്നത്. അത്രയ്ക്ക് റേറ്റാണ്. മുമ്പ് ലഡാക്കും സ്പിറ്റിയൊക്കെ പോയ സമയത്ത് അവിടെ കുറേ വില്ലേജസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ വില്ലേജിനും പല വെറൈറ്റി സംഗതികളായിരുന്നു. ഓരോ കൾച്ചറും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് കല്ല് കൊണ്ട് മണ്ണ് കൊണ്ട് അങ്ങനത്തെ ഓരോ വെറൈറ്റി സംഗതികളായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പക്ക നമ്മളൊരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു സംഗതിയായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് ഓരോന്ന് പോയി ഇതിനപ്പോട്ട് പോ നിങ്ങള്. കാണാനുള്ള തടി വലിപ്പമൊക്കെ ഉള്ളൂ. ഒക്കെ കുട്ടികളെ മനസ്സാണ് കേട്ടോ. അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ ഏകദേശം 1-2 കിലോമീറ്റർ നടന്നാലേ നമുക്ക് പുറത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അത്രയും നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയ. എന്താ പറഞ്ഞേ? എന്ത് പറയാനാ ഇങ്ങോട്ട് ആരും വരുത്തണ്ടാറിനാളാ. ഇങ്ങോട്ട് വരുത്തണ സംഗതി ഒന്നേ ഉള്ളൂ. സംഗതി ക്ലീനസ്റ്റ് വില്ലേജ് അതൊക്കെ. പക്ഷെ ഇവിടെ നമ്മൾ മുമ്പ് കണ്ട വില്ലേജിൻ്റെ ഒരു വേറെ സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ല. ജസ്റ്റ് ക്ലീനാണ്, കംപ്ലീറ്റ്ലി ക്ലീനാണ്, നല്ല വൃത്തിയുണ്ട്. ഓക്കെ, സിമെന്റിന്റെ ബിൽഡിങ്ങും കാര്യങ്ങളും വളരെ ചെറിയൊരു വില്ലേജ് കാര്യങ്ങളൊക്കെയാണ്. അതിന് മാത്രമുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഏഷ്യയിലെ നമ്പർ 1 എന്നൊക്കെ പറയുന്നത് അങ്ങനെ കാണുന്നില്ലടോ. നമ്പർ 1 പറയാൻ മാത്രമുള്ള സെറ്റപ്പ് ഉള്ള ആ ഒരു ഇത് കണ്ടില്ല. ഇല്ല. അപ്പോൾ ചെറിയൊരു വില്ലേജ്. ഓക്കെ, കുറച്ച് എനിക്ക് തോന്നുന്നത് കുറച്ച് മഴ പെയ്യുന്ന സമയത്താണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മതി. അവർ മഴ നനഞ്ഞൊക്കെ ഒരു പച്ചപ്പ് കൂടുതൽ ഉണ്ടാവും മതി. ക്ലീനസ്റ്റ് വില്ലേജൊക്കെ കണ്ട സ്ഥിതിക്ക് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. റവായ് വില്ലേജ് എന്നാണ് പേര് വരുന്നത്. അവിടെ ഒരു ലിവിംഗ് റോഡ് ബ്രിഡ്ജ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 2.5 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അത്യാവശ്യം കുറച്ച് നടക്കാണ്ട് കേട്ടോ. ഏകദേശം ഒരു 100 സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ എവിടെ തിരിഞ്ഞാലും പൈസയാണ് കേട്ടോ. ഇപ്പോൾ ഈ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് 20 രൂപ എൻട്രി ഫീ ആയിരുന്നു. അത് കഴിഞ്ഞത് അപ്പോൾ വീണ്ടും ഇതാ റോഡ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് പോകാനുള്ളത് നോക്കുമ്പോൾ പെർ ഹെഡ് 40 രൂപ വീണ്ടും ഒരു എൻട്രി ഫീ ഉണ്ട്. പിന്നെ ക്യാമറയ്ക്ക് 20 രൂപ ചാർജ്. പിന്നെ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് നടന്ന് ഇറങ്ങാൻ. ഈ കാണുന്നത് ഫുള്ള് മരത്തിൻ്റെ വേരാണ് കേട്ടോ. വേര് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പാലുണ്ടാക്കിയത്. വേറെ എക്സ്ട്രാ ഒരു സാധനമില്ല. കമ്പി സിമെൻറ്റ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഏതായാലും സംഗതി ഏതായാലും അടിപൊളിയാണ്. ഇവിടെ എത്തിയപ്പോഴേ ആ വില്ലേജിൽ പോയി തെണ്ടി തിരിഞ്ഞ് നടന്ന സമയത്ത് നേരെ ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു. ഇതാവുമ്പോൾ അത്യാവശ്യം വെർത്താണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു അടിപൊളി വ്യൂ ഉള്ളൊരു സംഭവം കേട്ടോ. അതായത് വർഷങ്ങളുടെ പ്രയത്നത്തിലാണ് ഈ ഒരു സാധനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഏകദേശം 50 വർഷത്തോളം എടുത്തിട്ടൊക്കെയാണ് ഒരു റോഡ് ബ്രിഡ്ജ്. മേഘാലയയിൽ ഇത് മാത്രമല്ല കേട്ടോ റോഡ് ബ്രിഡ്ജ് ആയിട്ടുള്ളത്. ഒരുപാട് റോഡ് ബ്രിഡ്ജ് ഉണ്ട്. അണ്ടർ കൺസ്ട്രക്ഷനിലുള്ളതും കുറേ എണ്ണം പണിത് വെച്ചതും ഡബിൾ ടെക്കർ അങ്ങനത്തെ കുറേ സംഗതികൾ മേഘാലയയിലുണ്ട്. നല്ല നാച്ചുറലായിട്ട് ആ ഒരു ഫീലിൽ ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഏരിയ ആണ്. സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് സ്റ്റേ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഡോക്കി വില്ലേജിൽ പോയിട്ട് സ്റ്റേ അടിക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. ഈ മാർക്കറ്റ് സൈഡിലെത്തിയപ്പോൾ ഓരോ സാധനങ്ങളുടെ വില ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് തള്ളിപ്പോയി. ഈ 1 ലിറ്റർ ബോട്ടിലിന് അവരെത്ര വില പറയുന്നത് കേട്ടു നോക്കി. സത്യം പറഞ്ഞാൽ ഇവരെ ഈ ഒരു പ്രൈസ് കാരണം നമ്മൾ ഉച്ചക്ക് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം വൈകുന്നേരമായി ടൈം. ഇനി പോയിട്ട് ദ്വാക്കി വില്ലേജിൽ എന്താ അവസ്ഥ എന്നറിയില്ല. അവിടെ പോയി നോക്കിയിട്ട് വേണം നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ. ദ്വാക്കി വില്ലേജിലേക്ക് ഏകദേശം 30 കിലോമീറ്റർ ഓടാനുണ്ട്. ദ്വാക്കി വില്ലേജിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കുറേ ഫെൻസിങ് ഒക്കെ ചെയ്ത് നല്ല കിടിലനാക്കി വെച്ചിട്ടുണ്ടോ. ഈ കാണുന്നതാണ് ബംഗ്ലാദേശ് ബോർഡറാണ്. ഈ കാണുന്നത് ഇന്ത്യ ബംഗ്ലാദേശ്. നമ്മളിപ്പോൾ ഇന്ത്യൻ്റെ റോഡുമ്പോൾ കൂടിയാണ് പോകുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്നത് ബംഗ്ലാദേശാണ്. ഇതിങ്ങനെ വെറുതെ വേലി കെട്ടി വെച്ചത് മാത്രമല്ല കേട്ടോ. മിലിറ്ററി സെക്യൂരിറ്റി ഉണ്ട്. ഓരോ ഡിസ്റ്റൻസിൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് മിലിറ്ററി കാര്യങ്ങളുണ്ട്. മുകളിൽ ബങ്കേഴ്സ് ഉണ്ട്. ഈ അടക്ക എവിടെ ഒരു പോയിന്റാ. ഈ അടക്കപ്പോ കറക്റ്റ് അവിടെ നോക്കൂലേ. അങ്ങനെ ബാസിലിനെ യൂട്യൂബിൽ എടുത്തിട്ടോ. ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിലാണ്. അതിന്റെ അടുത്ത് നെറ്റ് ഉണ്ടോ? അതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ. വെള്ളത്തിലൂടെ ബോർഡറിങ് ഇല്ല, പക്ഷെ കരയിലൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ദ്വാക്കി വില്ലേജ് എത്തിട്ടോ.
റൂമിനും നല്ല റേറ്റാണ്, ഫുഡിന് റേറ്റാണ്, എന്തൊക്കെ ഉണ്ടോ MRP ഉള്ള സാധനത്തിന് വരെ ഡബിൾ റേറ്റാണ്. ഒരു മാറ്റമില്ല, നല്ല ഉണ്ടാക്കി കിട്ടുന്ന സ്ഥലം. ഇതിപ്പോൾ ഇനി ബോർഡർ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇനി നമ്മളെ കാണുമ്പോൾ മാത്രം വലിയ പ്രൈസ് കൂട്ടി പറയുന്നതാണോ എന്താ സംഗതി എന്നറിയില്ല. എല്ലാത്തിനും നല്ല പ്രൈസിങ് ആണ്. റൂമൊക്കെ 2000-3000 ഒക്കെ റേറ്റ് പറയുന്നത്, മിനിമം റൂമിന് റേറ്റ് പറയുന്നത്. അങ്ങനെ കുറേ തപ്പി ലാസ്റ്റ് നമുക്കൊരു ഷോപ്പ് കിട്ടിയിട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇവിടുത്തെ ഒരു 5 സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ ഉള്ളതിൽ വൃത്തിയുള്ള ഒരു ഷോപ്പ് ഇതാണ്. ഇവിടുന്ന് ഒരു വെജ് താളി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച്. അതായത് നമ്മുടെ ചോറ് അങ്ങനത്തെ ഒരു സാധനം, ചോറും കുറേ കറികളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഇവിടുത്തെ നാടൻ ചോറ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഒരു വൃത്തി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. രാവിലെ മുതൽ ഒന്ന് തിന്നാതെ ഫുഡ് കിട്ടിയപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ എവിടുത്തെ ബിരിയാണി? ഡൗക്കി ബിരിയാണി. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ ഡൗക്കിയിലുള്ളത്. ഇത് ഡൗക്കിയിലുള്ള വെജ് താളിയാണ്. എന്തൊക്കെയാന്ന് വെച്ചാല് പരിപ്പ് വെള്ളമുള്ള കറി, ഇത് പിന്നെ ഗ്രീൻ പീസും മല്ലും ഒക്കെ ഉള്ള വേറൊരു കറി, ഇത് ചെന എന്ന് പറയും ഇവിടെ അമ്മ നാട്ടിൽ കടല, മസാല കടല, ഉരുളങ്ങേങ്ങ് പൊരിച്ചതും നല്ല പൊന്നിയരിന്റെ ചോറും നല്ല ടേസ്റ്റ് ഉണ്ട്. പൊന്നിയരിയാന്ന് എന്നോട് പറഞ്ഞത്. നമ്മളെപ്പോഴും ബഡ്ജറ്റ് പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വില്ലേജ് മൊത്തം അരിച്ചു പെറുക്കിയിട്ട് നമുക്ക് കിട്ടിയ റൂമാണ് കേട്ടോ ഈ കാണുന്നത്. വേണ്ടവർ ഈ നമ്പർ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തോളൂ. ഇവിടെ വന്ന് തപ്പാതെ കഴിയും. തപ്പിയാലും മിനിമം ഒരു റൂമിന് 2 പേര് നിൽക്കുന്ന റൂമിന് 2000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഞങ്ങൾക്ക് 4 ആൾക്കും കൂടി കിട്ടിയ റൂമാണിത്. തുടക്കത്തിൽ നമ്മൾ 2 പേരായിട്ട് തുടങ്ങിയ ട്രിപ്പാണെങ്കിൽ ഇപ്പം 4 ആൾക്കാരുണ്ട് ടോട്ടലി. അപ്പോൾ 4 പേർക്കും കൂടി കിട്ടിയ റൂമാണ് ഈ കാണുന്നത്. അങ്ങനെ 4 പേരുടെ ID കാർഡും റൂമിൻ്റെ പൈസക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ ആ റൂം ബുക്ക് ചെയ്യാണ്. ഈ ഒരു സ്റ്റേൻ്റെ ലൊക്കേഷൻ വരുന്നത് ആ ഒരു വില്ലേജിലുള്ള മാർക്കറ്റ് ഏരിയ കഴിഞ്ഞിട്ട് തമാബിൽ ബോർഡറിലേക്ക് പോകുന്ന ഭാഗത്താണ് കേട്ടോ. മാഗി പുറത്തത്തെ ഭക്ഷണം തിന്നാൻ പറ്റില്ല. ചിക്കൻ അൽഫാം ബ്രോസ്റ്റ് ഒക്കെ വേണം. അപ്പൊ നമ്മളോട് സെറ്റ് ആക്കി എഴുതാം. നമ്മള് 3 ആളടുത്ത് ചാവലും അപ്പോൾ തൽക്കാലം ഇന്നത്തെ അവസാനിപ്പിച്ചിട്ട് പോയി കിടന്നുറങ്ങട്ടെ. നാളെ ദൗക്കി റിവറിൽ പോയിട്ട് ചാടി കുളിക്കാനുള്ളതാണ്.